വിചാരിച്ച് എറണാകുളം ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലമെന്നാണ് വിചാരിച്ചത്. എന്ത് സാധനമാണ് നോക്കരുത്. എന്താണ് ചായ കുടിക്കുക, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സെറ്റപ്പാണ്. അവിടെ ആൾക്കാരൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡേ 3 ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെൻ്റൽ ബൈക്ക് എടുത്തിട്ട് നമ്മളൊരു റൈഡ് പോകാൻ വേണ്ടി പോകണേ. അപ്പോൾ നിങ്ങളൊക്കെ ശ്രീനഗറൊക്കെ വന്നിയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ പാക്കേജിൽ വന്നാലേ ഇല്ലെങ്കിലും നമ്മളൊരു റെൻ്റൽ ബൈക്ക് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവിടുത്തെ കുറച്ച് നല്ല ഹിഡൻ സ്പോട്ടൊക്കെ ഉണ്ട്, അവിടേക്കൊന്ന് വൈബ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ 2 ബൈക്ക് എടുത്തിട്ടാണ് ഞങ്ങളൊന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പോണത്. ഇവിടെ നമുക്ക് റെൻ്റലിനൊക്കെ ചെറിയ റേറ്റിൽ റെൻ്റൽ ബൈക്കൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ ചെയ്യുക ഇവിടെ വരികയാണെങ്കിൽ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 2 ഹിമാലയനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 4 പേരായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ദൂത് പത്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അതെല്ലാം അവന്മാരോടൊന്നും ചോദിച്ചു നോക്കാം. പവറല്ലേ? അപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ച് എറണാകുളം ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല കേട്ടോ സംഭവം. അതിനേക്കാളും ബ്ലോക്കുള്ളൊരു സ്ഥലമുണ്ട്, ശ്രീനഗർ. ഈ ബ്ലോക്കിൻ്റെ സംഭവം ഞാൻ തമാശ കുറഞ്ഞൊന്നുമല്ല. അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് കാലത്തെ. നോർമലി നമ്മൾ കാലത്ത് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ബ്ലോക്ക് ചെറിയ റൂട്ടുകളായിരുന്നു. പിന്നെ പോകുന്ന വഴിയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. ഈ കാശ്മീരത്തെ വീടുകളൊക്കെ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. പിന്നെ പോണ റൂട്ടൊക്കെ അടിപൊളി റൂട്ടൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ പോയ റൂട്ടിനേക്കാളും കുറച്ചുകൂടെ നേച്ചർ ബ്യൂട്ടി കുറച്ച് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. നമ്മൾ കുറച്ചിങ്ങോട്ട് പാസ് ചെയ്ത് വന്നപ്പോഴാണ് ഇവിടെ ചെമ്പരിയാടിനെ കൊണ്ട് ഒരു പാപ്പൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ദൂത് പത്രി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മിൽക്ക് ഓഫ് വാലി എന്നാണ്. പിന്നെ ഈ പോകുന്ന റൂട്ടൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. കാരണം നല്ല നല്ല ഒരുപാട് വീടുകൾ കാണാൻ പറ്റി. അതേപോലെ ഒരുപാട് നല്ല മരങ്ങൾ, ഇതുവരെയും കാണാത്ത ഒരുപാട് നല്ല മരങ്ങൾ. നല്ല രസമായിരുന്നു ഈ റൂട്ട്. നമ്മൾ ഇപ്പം എത്തിയേക്കണത് ദൂത് പത്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇതൊരു വാലിയാണ്. പിന്നെ അധികം ആൾക്കാരൊന്നും ഈ ഒരു ലൊക്കേഷനൊന്നും പിടിക്കാറുണ്ടെന്ന് തോന്നണില്ല. നമുക്കിവിടെ പ്രത്യേകിച്ച് എന്താ കാണാനുള്ളതെന്ന് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. 20 രൂപയാണ് നമുക്കൊരു ബൈക്കിന് വന്നത്. 20 രൂപ 40. നമ്മൾ 2 ബൈക്കായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ടൊക്കെ പറയാം. അത്യാവശ്യം നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. പിന്നെ ഡ്രൈവ് ചെയ്ത് വന്നത് ഒരു 45 കിലോമീറ്റർ ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് വന്നത്. 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂറൊക്കെ എടുത്ത് ഇവിടം വരെ എത്താൻ വേണ്ടി. പിന്നെ ഈ പ്ലേസൊക്കെ മഞ്ഞയാണെങ്കിൽ കാശ്മീരൊക്കെ വരുമ്പോൾ ഈ പ്ലേസൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. അകത്ത് എന്തായുള്ളതെന്നൊക്കെ നമുക്ക് കയറി നോക്കിയിട്ട് വരാം. ഈ ദൂത് പത്രി എന്ന് പറഞ്ഞ വാക്ക് വന്നതിൻ്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട്. ഏതൊരു സന്യാസി വെള്ളം എടുക്കാൻ വേണ്ടി വന്ന ടൈമിൽ അവിടെ മൊത്തം പാറയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വെള്ളം എടുക്കാൻ പറ്റിയില്ല. പുള്ളി എന്ത് ചെയ്ത്, പുള്ളി എന്തോ വെച്ച് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പാറ പൊട്ടി പാല് വന്നു. അപ്പോൾ ദൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ പാല്, പത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലി. അങ്ങനെയാണ് ദൂത് പത്രി എന്ന് പറഞ്ഞ വേല് വന്നത്. നമ്മൾ ആ വാലിയിലേക്ക് എത്തിക്കണേ കേട്ടോ. അതിൻ്റെ ബ്യൂട്ടി ഒന്ന് നോക്കിയേ. സിനിമയിലൊക്കെ മാത്രം ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എന്താണല്ലേ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. കാശ്മീർ വരുമ്പോൾ ഈ പ്ലേസും കൂടി ഒന്ന് നോക്കിക്കോ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ്.
പിന്നെ അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിവറിൻ്റെ അടുത്തെത്താം. പിന്നെ റിവറിൻ്റെ അടുത്തെത്താൻ നമ്മൾ ബൈക്കായിട്ട് വന്നിച്ചുകൊണ്ട് നമുക്ക് ആ റൂട്ട് തന്നെ നമുക്ക് ബൈക്ക് ഓടിച്ച് തന്നെ പോകാൻ പറ്റി. പിന്നെ ഈ കാറിനും മറ്റുള്ള വണ്ടികളൊക്കെ വന്ന ആൾക്കാർ കൂടുതലും അവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് താഴത്തേക്ക് കുതിര സവാരി ചെയ്യാം. പിന്നെ ആ വാലിയിൽ ഇങ്ങനെ നടക്കാം. നല്ല രസമായിരുന്നത്. ഞങ്ങൾ പോണ റൂട്ടിലൊക്കെ ഒരുപാട് കുതിര സവാരിക്കാരെയൊക്കെ കണ്ടായിരുന്നു. ഒരുപാട് കുതിരകളെയൊക്കെ കണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ആ പോകുന്ന റൂട്ടൊക്കെ അടിപൊളി റൂട്ടായിരുന്നു. നമ്മ റൈഡ് ചെയ്ത് നമ്മളിപ്പോൾ എത്തിയേക്കണത് ദൂത് പത്രിയിലെ ഒരു റിവറിൻ്റെ അടുത്താണ് കേട്ടോ. ദൂത് പത്രിയിലെ ഏറ്റവും അടിയിലായിട്ടാണ് ഈ റിവർ തന്നെ. അത്യാവശ്യം നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ് കേട്ടോ. ഈ ദൂത് പത്രിയിലേക്ക് വന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു സ്പോട്ടും കൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കണോടാ. ചില ആൾക്കാർ അവിടെ നിന്ന് റിട്ടേൺ പോകണമെന്ന് ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ വന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇത് കാണാം. ഇതൊന്നും ഇവിടെ ഇപ്പോൾ അധികം വെള്ളം കാര്യങ്ങളൊന്നും ഇറങ്ങണില്ല എന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാട്ടോ, നല്ലൊരു സ്പോട്ടാണ്. എന്ത് സാധനമാണെന്ന് നോക്കരുത്. എന്ത് സാധനം? നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി അപ്പുറത്ത് ഒരു ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ഈ ബ്രിഡ്ജ് വഴി കയറി നമുക്കില്ലേ ആ ദൂരം കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, അവിടെ ആൾക്കാരൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആ ലൊക്കേഷനിലേക്ക്. അല്ലേ, തടിപ്പാലമാണ്. നോക്കി കണ്ടൊക്കെ വേണം നടന്നു പോവാൻ, അല്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് വെച്ചാൽ മതി. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പോട്ടാണ് ഇത്. ഇതൊന്നും അധികം ആൾക്കാരൊന്നും, ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒരു ഡിസംബർ 1 ആയി കഴിയുമ്പോൾ തന്നെ ഇവിടെ മൊത്തം മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കണേ ഇരിക്കുള്ളൂ. അത് മിസ്സായി നമുക്ക്. ദൂത് പത്രിയിൽ നമ്മൾ തിരിച്ചിങ്ങനെ പോരുമ്പോഴുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു മാഗിയും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പരിപാടിക്കാണ്. ഇവരുടെ സെറ്റപ്പ് തന്നെ നോക്കിയേ. ചായ കുടിക്കാനൊക്കെ വരുമ്പോൾ അവർക്ക് ചായ കുടിക്കുക, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റുക, അടിപൊളി സെറ്റപ്പാണ് ഇത്. നമ്മളൊരു മാഗിയാണ് പറഞ്ഞത്. നല്ലേ കിട്ടില്ല സ്പോട്ടാണ്. ഇത് നോക്കിയേ, കിട്ടില്ല സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടില്ല സ്പോട്ടാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടും. നോക്കിയേ, അപ്പോൾ ദൂത് പത്രിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് മാഗിയൊക്കെ കിട്ടി. അങ്ങനെ കഴിച്ച് ഒരു ചായക്കുണ്ട്, കട്ടൻ ചായയാണ്.
ഒരു ചായ കുടിച്ചിട്ട് പോണേ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. ശരിക്കും ഒരു ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇട്ടാ അല്ലേ, ഊട്ടിയിലെ ഒരു വൈബ് പോലത്തെ പരിപാടി. പിന്നെ കുറേ സ്പോട്ടൊക്കെ ഉണ്ട്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. കാശ്മീർ തൂട്ടി എന്ന് പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോക്കാം. കുറേ സ്പോട്ടൊക്കെ ഉണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ കാശ്മീരൊക്കെ വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറിയിട്ടൊക്കെ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷ്വൽസ് തിരിച്ച് പോരുന്ന വഴി എനിക്ക് കിട്ടിയ വിഷ്വൽസാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ.